ഈ വൃദ്ധൻ ഡയമണ്ട് മോഷ്ടിക്കാൻ ഉപയോഗിച്ച തന്റെ പണിയായുധങ്ങളെല്ലാം മാറ്റിവെച്ച് ഡയമണ്ടുകൾ വേസ്റ്റ് കൊട്ടയിലേക്ക് മാറ്റാൻ തുടങ്ങി. എന്നാൽ അത് ഇരട്ടിപ്പണിയാണെന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ പെട്ടി മുഴുവനായി എടുത്ത് കൊട്ടയിലേക്ക് ചെരിഞ്ഞു. പിന്നീട് സെക്യൂരിറ്റി ക്യാമറ മാറുന്ന സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നോക്കി കൊട്ടയുമായി യൂട്ടിലിറ്റി റൂമിലെത്തി. എന്നിട്ട് അവിടുത്തെ സിങ്കിന് താഴെയുള്ള പൈപ്പ് മാറ്റി മറ്റൊരു പൈപ്പ് കുടുക്കി. സിങ്കിലെ പൈപ്പ് തുറന്നിട്ട് കൊട്ടയിലെ ഡയമണ്ട് മുഴുവൻ അതിലേക്ക് ചെരിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ കോടികൾ വിലമതിക്കുന്ന വജ്രങ്ങൾ അഴുക്കുചാലിലേക്ക് ഒഴുകിപ്പോയി. തിരികെ വോൾട്ടിലെത്തിയ അയാൾ ഒന്നും നടന്നിട്ടില്ലെന്ന ഭാവത്തിൽ ഒരു സാൻഡ്വിച്ച് കഴിക്കാനിരുന്നു. കയ്യിലിരുന്ന ഒരു ചെറിയ കഷ്ണം വജ്രം അയാൾ നിസ്സാരമായി ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. അടുത്ത ദിവസം ബാങ്ക് ഉദ്യോഗസ്ഥരും പ്രസിഡന്റും പരിഭ്രാന്തിയിലായി ഓടിയെത്തി. ഇതുകണ്ട് ഭയന്ന സംഘനേതാവ് തന്റെ പ്ലാൻ പാളിയോ എന്ന് സംശയിച്ച് വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. യഥാർത്ഥത്തിൽ മോഷണാവസരം ഒരുക്കിയത് ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥയായ ഇവൾ തന്നെയായിരുന്നു. എന്നാൽ വാഷ്റൂമിലെ വാതിലിൽ ആരോ തട്ടിയപ്പോൾ അവൾ പിടിക്കപ്പെട്ടെന്ന് കരുതിയെങ്കിലും അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വോൾട്ട് തുറന്നപ്പോൾ കുറച്ച് വജ്രങ്ങൾ മാത്രം മോഷ്ടിക്കാൻ പദ്ധതിയിട്ടിരുന്ന സ്ഥാനത്ത് ആ വൃദ്ധൻ വോൾട്ട് മുഴുവൻ കാലിയാക്കിയിരുന്നു. ബാങ്കിനെ പാപ്പരാക്കിക്കൊണ്ടുള്ള ഈ മോഷണം അന്വേഷിക്കാൻ പോലീസ് എത്തിയെങ്കിലും ഇത്രയും വജ്രങ്ങൾ എങ്ങനെ അപ്രത്യക്ഷമായെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇതിനിടെ $100 മില്യൺ നൽകിയാൽ വജ്രങ്ങളെവിടെയുണ്ടെന്ന് അറിയിക്കാമെന്ന് പറഞ്ഞ് ഒരു അജ്ഞാത സന്ദേശം ഉദ്യോഗസ്ഥന് ലഭിച്ചു. അദ്ദേഹം ആ തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനിടെ പെട്ടെന്ന് പോലീസുകാർക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പോന്ന ഒരു നിർണായക സൂചന ലഭിച്ചു. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.